പോക്കോയുടെ പോക്കോ F7 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ F7 Pro എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ F7 Proയിൽ 6.6 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. അപ്പം ഇതിൽ 2K റെസൊല്യൂഷനൊക്കെ വരും. അപ്പം മികച്ച റെസൊല്യൂഷനുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. OLED പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 480 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഇതിൽ വരും. പിന്നെ 2560 ഹെർട്സിന്റെ ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും ഇതിൽ വന്നേക്കാം. ഡോൾബി വിഷന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 3200 നിറ്റ്സ് ആയിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരും. IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം മികച്ചൊരു IP റേറ്റിംഗും ഇതിൽ വരുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇപ്പം ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ അല്ല, എന്നാലും തൊട്ട് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം അത്യാവശ്യം നല്ല പെർഫോമൻസ് ഇതിലും കിട്ടേണ്ടതാണ്. ഇപ്പം ഒരു 40,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. 50,000 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിലും തിരക്കേടില്ലാത്ത പ്രോസസ്സർ എന്ന് പറയാം. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. LPDDR4Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഫോൺ പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്യുവൽ ലൂപ്പ് 3D കൂളിംഗ് സിസ്റ്റം ഇതിൽ വരുന്നതായിരിക്കും. NFC-യുടെ സപ്പോർട്ട് ഇതിൽ വരും. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരും. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള ഹൈപ്രോ സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ 50 മെഗാ പിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക. ഇതിൽ OS-ന്റെ സപ്പോർട്ട് വരും. പിന്നെ 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 20 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഒന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പം ഇത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരിക്കില്ല. ഇപ്പോൾ ഡിസ്പ്ലേ ഫോക്കസ്ഡ് അതുപോലെ തന്നെ പ്രോസസർ ഫോക്കസ്ഡ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇത്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 6000 mAhന്റെ ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. 90 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടും വരുന്നതായിരിക്കും. Type-C ചാർജിംഗ് പോർട്ടും വരും. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് തന്നെ ഇതിൽ വന്നേക്കാം. നല്ലൊരു മികച്ച ബാറ്ററി കപ്പാസിറ്റിയും നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയേണ്ട കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മുമ്പ് ചൈനീസ് മാർക്കറ്റിൽ Redmi K80 എന്നൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോക്കോ F7 Pro എന്ന സ്മാർട്ട് ഫോൺ ആ ഒരു ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. കംപ്ലീറ്റ്ലി അതേ ഫീച്ചേഴ്സ് ആയിക്കൊള്ളണം എന്നില്ല, പക്ഷേ ചെറിയ ഡിഫറൻസ് ഒക്കെ വരുന്നതായിരിക്കും. ഇപ്പോൾ ബാറ്ററിയുടെ ഒക്കെ കാര്യത്തിൽ 6000 mAhന്റെ ബാറ്ററി ഇതിൽ വരാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ Redmi K80ൽ 6550 mAhന്റെ ബാറ്ററി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇന്ത്യൻ വെർഷനിൽ ചിലപ്പം ഈ പറഞ്ഞിട്ടുള്ള 6550 mAhന്റെ ബാറ്ററി തന്നെ വന്നേക്കാം. അപ്പം അത് നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ഇപ്പം ഇന്ത്യൻ ലോഞ്ച് ഡേറ്റ് അല്ല കൺഫേം ആയിട്ടുള്ളത്. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലെ ലോഞ്ച് ഡേറ്റ് ആണ് കൺഫേം ആയിട്ടുള്ളത്. സിംഗപ്പൂരിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ മാർച്ച് 27 ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ആ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലും ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അടുത്ത് തന്നെ ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് എത്തിയേക്കാം. എന്തായാലും ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ Redmi K80 എന്ന സ്മാർട്ട് ഫോൺ ഏകദേശം 29,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു 40,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എക്സ്പെക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഗ്ലോബൽ മാർക്കറ്റിൽ വില ഇതിലും കൂടാനും ചാൻസ് ഉണ്ട്. എന്തായാലും പോക്കോയുടെ പോക്കോ F7 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.